ഹലോ, ഈ വർഷം ഇറങ്ങിയ 4 മലയാള സിനിമകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വർഷം കുറച്ചായി ഹിറ്റായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 4 ഇവ. അതിൽ ആദ്യത്തെ സിനിമയാണ് പ്രേമലു. ഗിരീഷ് ഏദി എന്ന സംവിധായകന്റെ മൂന്നാമത്തെ സിനിമയാണ് ഇത്. ഇത് ഒരു റൊമാന്റിക് കോമഡി സിനിമയാണ്. നസ്ലിനും മമിത ബൈജുവുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ആയത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത സിനിമയാണ് ആവേശം. ഫഹദ് ഫാസിൽ നായകനായ അൻവർ റഷീദ് നിർമ്മിച്ച സിനിമയാണ് ഇത്. ഈ സിനിമയും വലിയ വിജയമായി മാറിയിരുന്നു. മൂന്നാമത്തെ സിനിമയാണ് വർഷങ്ങൾക്കു ശേഷം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഇത്. ഇത് ഒരു ഡ്രാമ വിഭാഗത്തിൽ പെടുന്നു. ഇതും മറ്റു സിനിമകളെ പോലെ തന്നെ വിജയം ഉണ്ടാക്കിയിരുന്നു. അടുത്തതായി 4-മത്തെ സിനിമയാണ് കിഷ്കിന്ധ കാണ്ഡം. ആസിഫ് അലി നായകനായ സിനിമയാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയുമാണ് ഈ സിനിമയിലെ പ്രധാനമായി കഥാപാത്രമാകുന്നത്. ഈ ആസിഫ് അലി സിനിമ ആസിഫ് അലിയുടെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി വൻ വിജയമായി തീർന്നതായിരുന്നു.